മുമ്പ് ഞാനൊന്ന് പ്രതീക്ഷയിലേക്ക് പോയ പ്രതീക്ഷ PR കൂടി പ്രതീക്ഷ ശേഖർ പ്രതീക്ഷ പലതരത്തിലുള്ള ട്രിക്സും സ്ട്രാറ്റജികളും ഒക്കെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കൃത്യമായിട്ട് നടക്കുന്ന കാലമാണ്. അത് എന്ത് തരം വിവാദമാണെങ്കിലും, അത് ഏത് തരം കോൺട്രവേഴ്സി ആണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മാർക്കറ്റിംഗ് ആണ് സിനിമയുടേത്. അത് കഴിഞ്ഞ വന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയ ചില വിവാദങ്ങളൊക്കെ കണ്ടതുമാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഈ എമ്പുരാനെ പൂട്ടാനായിരുന്നോ ഇത് മുഴുവൻ എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ഓൺലൈൻ ക്യാമ്പയിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അലയടിച്ചത് അതിന്റെ പിറകിൽ അത്തരം എന്തെങ്കിലും സ്ട്രാറ്റജി ആയിരിക്കുമോ? സിനിമയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് എമ്പുരാൻ എന്നുള്ള ആ സിനിമയുടെ പേര് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ക്ലിക്ക് ബൈറ്റ് കൂടുതലാണ്. കാരണം ഒരു മോഹൻലാൽ ചിത്രം എന്ന് പറയുമ്പോഴേക്കും, ഒരു മമ്മൂട്ടി ചിത്രം എന്ന് പറയുമ്പോഴേക്കും, കാരണം ഇത്രയും ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്ന, പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന, സിനിമ തിയേറ്ററുകാർ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ചിത്രം, വലിയ ക്യാൻവാസ്, ആ ക്യാൻവാസ് ആണ് ഇത്രയും ദിവസമായിട്ട് അതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയും അതിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ടീമും ഓരോ കഥാപാത്രങ്ങളായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ പുറത്തു വിടുമ്പോഴേക്കും അതിന്റെ ഹൈപ്പ് കൂടി വരികയാണ്. ആ ഹൈപ്പ് കൂടി വരുമ്പോഴേക്കും അവർ വീണ്ടും ഇതിന്റെ ഒരു എമ്പുരാന്റെ പേര് വെച്ചിട്ട് വരുമ്പോഴേക്കും അവർക്ക് വീണ്ടും ഹൈപ്പ് കൂട്ടി അതിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഹെവി റിസ്ക് ആണ്. കാരണം ഇതൊരു വലിയ സ്കെയിലുള്ള സംഭവമാണെന്നുള്ളത് ഓൾറെഡി വീഡിയോ കണ്ടന്റിലൂടെ അറിയിച്ചു. ഓരോ ദിവസവും അവരുടെ പ്രൊമോഷൻ വരുന്നുണ്ട്. ഇന്ന് ലാൽ സാറിന്റെ തന്നെ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങി. ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങൾ ക്ലിക്ക് ബൈറ്റിലേക്ക് വീണു തുടങ്ങി. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട സംഭവം എന്ന് വെച്ചാൽ എമ്പുരാന് ക്ലാഷ് വെച്ച് വീരധീര ശൂരൻ അല്ലെങ്കിൽ ചിയാൻ വിക്രം, അവിടെ തമിഴ് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന ഡേറ്റ് അനുസരിച്ച് മറ്റ് താരങ്ങളുടെ പ്രശ്നങ്ങളില്ലാതെ അവരുടെ റിലീസ് ഇല്ലാതെ ഒരു സിനിമ അവർക്ക് കിട്ടിയ ഡേറ്റിന് വെക്കുന്നു. മോഹൻലാലും ചിയാൻ വിക്രം എന്ന് പറയുന്ന രണ്ടുപേരും അവര് സൗഹൃദങ്ങളുള്ളവരാണ്. അതിന്റെ പ്രൊഡക്ഷൻ കമ്പനികൾ തമ്മിൽ സൗഹൃദങ്ങളുള്ളവരാണ്. ചിലപ്പോൾ അവർക്ക് തമിഴ്നാട്ടിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്ന സമയം അങ്ങനെയാണ്. ഇവിടെ ലാൽ സാറിന്റെ ഡേറ്റ് വെച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് ഉടൻ ക്ലാഷ് വെച്ച് ചിയാൻ വിക്രം എന്ന് പറയുമ്പോഴേക്കും അവിടെ ക്ലിക്ക് ബൈറ്റ് വീഴും. അതിന്റെ താഴെയും പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ പ്രതികരിച്ചിരിക്കുന്നത് രണ്ട് സിനിമയും വിജയിക്കട്ടെ. സോ ഫൈനലി എന്താണ് ലാൽ സാർ ഇട്ട ആ ഒരു സംഭവമാണ്, സിനിമ വിജയിക്കണം, സിനിമയോടൊപ്പം നിൽക്കണം. ഇവിടെ ഏറ്റവും ഒരു പ്രത്യേക കാര്യം പറയേണ്ടത്, പലരും പറഞ്ഞു അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നല്ല. ഫൈനലി കണ്ടന്റ് ഇല്ലാത്ത ഏത് സിനിമയാണ് ഇവിടെ ഓടിയിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പറയുന്ന സംഭവമാണ് ഇത്ര ചിലവാക്കിയാൽ മതി, അല്ലെങ്കിൽ ചിലത് ഇത്ര കൂടുതൽ ചിലവാക്കണം. ചിലപ്പോൾ സിനിമയുടെ പ്രിവ്യൂ കാണുമ്പോഴേക്കും കൂടുതൽ ചിലവാക്കണമെന്ന് പറയും, ചിലപ്പം ഓവറായിട്ട് വർക്ക് ചെയ്യും. ചിലത് ഞാൻ പറയും ഇങ്ങനെ മതി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ അവരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിലേക്കുള്ള മറ്റേ മഹോത്തരമായിട്ടുള്ള സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തും ചെന്ന് പറഞ്ഞ് ആ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റ് ആകുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് 2 ദിവസവും 3 ദിവസവും ഒക്കെ തിയേറ്ററിൽ ആളെ കയറ്റി 30-35 ലക്ഷം രൂപ ആളെ കയറ്റാൻ വേണ്ടി കളയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് മാറി. അവരൊക്കെ ഇന്ന് എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അത് പലരും പറഞ്ഞ ആ ഒരു വ്യാജ കാര്യങ്ങൾ പറയുമ്പം ഇവർ ഇന്ന സിനിമ ചെയ്ത് വിജയിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വർക്ക് കൊടുക്കാം, ഇവർ പറഞ്ഞ സ്ട്രാറ്റജി എടുക്കാം. ഈ സ്ട്രാറ്റജി കൊണ്ട് ഒരു സിനിമയ്ക്കകത്ത് കണ്ടന്റ് ഇല്ല, ഒരു സിനിമയ്ക്കകത്ത് ഒരു ആവറേജ് എബോവ് പെർഫോമൻസ് ഇല്ല, അല്ലെങ്കിൽ ആ കണ്ടന്റ് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം, അത് കൊച്ചിയിൽ മാത്രം ഇവിടെ എന്തെങ്കിലും ഷോ ഓഫ് കാണിച്ചിട്ടോ കാലിക്കറ്റ് നടത്തിയിട്ടോ തിരുവനന്തപുരത്ത് നടത്തിയിട്ടോ അല്ല. നമ്മളിപ്പോൾ കൊല്ലത്ത് ചെന്നിട്ടോ ആലപ്പുഴയിൽ ചെന്നിട്ടോ ഒരു ഗ്രാമീണ സ്ഥലത്ത് പോയാൽ പോലും ഒരു പടം ഹിറ്റായിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ ഒരു പ്രേക്ഷകനെ തിരിച്ചറിയാം. അവൻ ആ സെൻസ് വന്നു, കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇങ്ങനെയുള്ള സാധനം ഇടുമ്പോഴേക്കും എമ്പുരാന് ഇത് വെച്ചിട്ട് എമ്പുരാനെ തകർക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം മോഹൻലാലിൻ്റെതാണ്. അത് മോഹൻലാൽ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ചിത്രം ഒരു കണ്ടന്റ് ക്വാളിറ്റി ഉള്ള ചിത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രേക്ഷകർ ഏറ്റെടുത്ത് വൻ ഇതിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പറയേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. കാരണം നമുക്കും മറ്റ് ഭാഷകളിലുള്ള ആളുകൾ ഇറക്കുന്നത് പോലെയുള്ള ചിത്രം, വലിയ സ്കെയിലുള്ള ചിത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ പിടിച്ചിരിക്കാൻ. എമ്പുരാനെ പൂട്ടാനാണോ എന്നുള്ള ക്യാമ്പയിൻ വന്നത് മെയിൻ സ്ട്രീം മീഡിയയുടെ ഭാഗത്തു നിന്നല്ല. മറ്റു പല പ്രധാനപ്പെട്ട വാർത്തകളിലും കുരുങ്ങിക്കിടക്കുകയായിരുന്നു മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ. അത് വന്നത് ഓൺലൈൻ ക്യാമ്പയിനകത്തു നിന്നാണ്. സ്വാഭാവികമായിട്ടും മെയിൻ സ്ട്രീം മീഡിയ ഇത് ഏറ്റെടുത്ത ഒരു വിഷയമാണ്. പക്ഷേ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ വ്യക്തമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, അതിനകത്ത് മൂവി ഗ്രൂപ്പുകളിൽ പോലും വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫേക്ക് ഐഡീസ് വെച്ചിട്ട് ഒരേ കണ്ടന്റ് പല ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് പല വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിലും ഒരേ കണ്ടന്റ് അല്ലേ വന്നത്? ഞാൻ ചോദിക്കുന്നത് അത്
പലപ്പോഴും പല കാര്യങ്ങൾക്കും സൃഷ്ടിക്കപ്പെടുത്താൻ വേണ്ടി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് ഒരു സമൂഹം ഒരിക്കലും വീഴത്തില്ല. കാരണം എമ്പുരാനെ പൂട്ടാനെന്ന് പറയുകയാണെങ്കിലോ എമ്പുരാനെ ലോക്ക് ചെയ്ത് വെച്ചേക്കണമെന്ന് പറഞ്ഞാലോ ജനം അതിലേക്ക് വീഴുന്ന ഒരു കാര്യത്തിലേക്ക് വരത്തില്ല. അത് ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനും പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ചോദിക്കുന്നു, ഇന്നിപ്പോ ഇവിടെ നടന്ന സംഭവം എന്താണ്? ഇന്ന് രാവിലെ അവർ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. മാർച്ച് 25 ശേഷം റിലീസിന് വരുന്ന സിനിമകളുടെ കരാർ ഫിലിം ചേംബറിന്റെ അനുമതി ഇല്ലാതെ ഒപ്പിടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 27 സിനിമാ സംഘടനകളുടെ സൂചനാ പണിമുടക്ക് എന്ന് ആരാണ് പറഞ്ഞത്? പലരും ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രസ്താവനകളെല്ലാം ഞാൻ കേട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട് 27 അങ്ങനെ ഒരു സംഭവം അവർ പ്ലാൻ ചെയ്തിട്ടില്ല. മാർച്ച് ആദ്യ വാരത്തിൽ നടക്കുന്ന സംഘടനയുടെ മീറ്റിംഗിലാണ് അവർ തീരുമാനിക്കാൻ വേണ്ടി ഇരിക്കുന്നത് സൂചനാ പണിമുടക്ക്. അതിനിടയിൽ ഉടൻ തന്നെ ഡേറ്റായി മാർച്ച് 27 ലാൽ സാറിന്റെ പടം ഇറങ്ങുന്ന എമ്പുരാന്റെ അതേ ദിവസം തന്നെ സൂചനാ പണിമുടക്ക് സിനിമ സംഭവിക്കുന്നു. നേരത്തെ ഒരാൾ ചർച്ചയിൽ പറഞ്ഞത് പ്രകാരം തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാനും കൊച്ചിയിൽ വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് വെളുപ്പാങ്കാലം 3 മണിക്ക് എന്തോ കൊച്ചിയിൽ വന്നിട്ട് കണ്ട പടമാണ് ഒടിയൻ. അന്ന് ഇവിടെ ബന്ധായിരുന്നു, അന്ന് ഹൗസ്ഫുൾ ആയിരുന്നു. ഈ ഒരു സിനിമ പ്രതികരിക്കും. അല്ല പ്രതീക്ഷ, അങ്ങനെ ഒരു പ്ലാന്റ് മൂവി മാർച്ച് 27 എന്നുള്ള ഒരു ഡേറ്റ് വരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പറയട്ടെ. ഞാൻ ഒരു സിനിമ ഒരു സിനിമ വളരെ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ, എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, ആ സിനിമ കൊള്ളില്ല എന്നൊരു പ്രേക്ഷകൻ ഒരു പങ്കുവെച്ച് ആ സിനിമ കണ്ടിട്ട് തന്നെ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പങ്കുവെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? അതിന് താഴെ കംപ്ലീറ്റ് നെഗറ്റീവ്, അയാൾക്കെതിരെയുള്ള നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കാരണം അങ്ങനെയൊന്നും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇന്നത്തെ പറ്റത്തില്ല. പിന്നെ ഒരു സംഘടനയിൽ നിലനിൽക്കുമ്പോൾ, ഞാനിപ്പോൾ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിൽ PR യൂണിയനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് നിൽക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ മാത്രം ഞാൻ അവിടെ നിൽക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുക. ശ്രീ ആന്റണി പെരുമാൾ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അംഗത്വമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ ഇവർക്ക് എങ്ങനെ സൂചനാ പണിമുടക്കം അല്ലെങ്കിൽ മൊത്തം സംഘടനകളുടെ തീരുമാനം ഇല്ലാതെ എങ്ങനെ ഒരു പണിമുടക്കം നടത്താൻ പറ്റും? സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ ഒന്നാണ്. ഇതിന് കൂട്ടായ ഒരാൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല, ഒരാളല്ലേ നിയന്ത്രിക്കുന്നത്. താരങ്ങളില്ലാതെ എങ്ങനെയാണ് സിനിമ? സാങ്കേതിക പ്രവർത്തകരില്ലാതെ എങ്ങനെയാണ് സിനിമ? ഈ ഒരു ഒറ്റക്കെട്ടായി നിന്ന് സിനിമ സമരം മാത്രമേ വിജയിക്കത്തുള്ളൂ. പിന്നെ സമരം വേണ്ട എന്നല്ല, കാരണം ഇവരെല്ലാവരും കൂടി അണിചേരുന്ന നാളെ പറയുകയാണ് ഇത് അവകാശങ്ങൾ, ഇവരിപ്പോ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സമരം ഇനിയും ഉണ്ടല്ലോ വിഷയം. അതൊരു നേരത്തെ ആദർശ് പറഞ്ഞല്ലോ, അത് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ചെയ്യണോ, സിനിമ മുടക്കി സമരം ചെയ്യണോ, ഇതൊക്കെ അവർ തീരുമാനിക്കട്ടെ. സിനിമാ മേഖലയാണല്ലോ, ഒറ്റ തീരുമാനം ഏകകണ്ഠമായിട്ടൊക്കെ എടുക്കണമല്ലോ. അതിന് കുറച്ച് സമയം എടുക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഈ പിൻവലിക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക ആന്റണി പെരുമ്പാവൂർ, ഇതെല്ലാം എമ്പുരാന്റെ താരങ്ങളടക്കം ഇതൊക്കെ ആഘോഷിച്ചുകൊണ്ട് റീഷെയർ ചെയ്യുക, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് പോസ്റ്റ് പിൻവലിക്കുക. അതുവരെ ഇത്രയും ഓൾറെഡി ഹൈപ്പുള്ള ഇത്രയും ബ്രഹ്മാണ്ഡ സിനിമയെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു 50% ഹൈപ്പിൽ, എക്സ്ട്രാ ഹൈപ്പിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സിനിമാ ചർച്ചകളിലും. അതാ സിനിമയ്ക്ക് ഗുണമല്ലേ? ഒരിക്കലും അല്ല. കാരണം ഇവിടുത്തെ എന്ത് പറയുക, ഓസ്കാർ അവാർഡ് കിട്ടിയ പടം മുതൽ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം മുതൽ, നാഷണൽ അവാർഡ് കിട്ടിയ പടം മുതൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടതും ആഘോഷിക്കപ്പെടാത്തതുമായ, അതായത് തിയേറ്ററിൽ തകർന്നടിച്ച സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊമോഷൻ നമ്മൾ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഹൈപ്പ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വലിപ്പം, ആ ഒരു വലിപ്പം എന്ന് പറയുന്നത് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഹൈപ്പ് കൂടി വരും. ഈ ഹൈപ്പ് നമുക്ക് നിലനിർത്താൻ പറ്റില്ല, ടെൻഷൻ ആയിരിക്കും. ഇവൻ ഇതിന്റെ ഡയറക്ടറിന് ടെൻഷൻ ആയിരിക്കും. കാരണം ഇത് കൂട്ടി വെച്ചാൽ നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ലിയോ എന്ന് പറഞ്ഞൊരു പടത്തിന് തമിഴ് പടമാണെന്നുണ്ടെങ്കിൽ വിജയ് സാറിന്റെ പടം വരുന്നുണ്ടെന്ന് ഇതിന്റെ ഓരോ പോസ്റ്റർ കാണുമ്പോഴും അപ്ഡേറ്റ് ആണ്. അവസാനം ഇതിന്റെ ട്രെയിലർ എന്ന് പറയുമ്പോൾ വലിയ രംഗങ്ങളൊന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. പിന്നെ പോസ്റ്ററുകളിലും ആ ക്വാളിറ്റി ഒരു നീതി പുലർത്തിയെന്ന് വെച്ചാൽ അവസാന പോസ്റ്ററുകൾ നീതി പുലർത്തിയില്ല. അതിന്റെ ഹൈപ്പ് കുറച്ച് ഡൗൺ ആക്കിയതാണ്. കാരണം പ്രേക്ഷകൻ അത്രത്തോളം ചിന്തിച്ചാൽ വാരിക്കോരി കൊടുക്കാൻ വേണ്ടി ഒരു സിനിമയ്ക്കും പറ്റത്തില്ല. കാരണം തിയേറ്ററിൽ പൊട്ടിത്തകരുകയോ കുലുങ്ങി തകരത്തുന്നുള്ള അവസ്ഥയൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുലുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ പ്രേക്ഷകൻ പ്രതികരിക്കും. അതായത് ഹൈപ്പ് കൂടുന്നത് ദോഷമാകേ ഉള്ളൂ സിനിമയ്ക്ക് എന്നല്ലേ ആ ഒരു കണക്ക് കൂടി, റൈറ്റ്? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കാരണം ഹൈപ്പ് കൂടുന്നത് സിനിമയ്ക്ക് ദോഷമാണ്. ആവറേജ് ഹൈപ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പം അവർക്കൊരു സിനിമാ പ്രൊമോഷന് വേണ്ടി. പിന്നെ ഏറ്റവും വ്യക്തമായ കാര്യം പറയുന്ന സംബന്ധിച്ചാൽ നെഗറ്റീവ് പ്രൊമോഷൻ വഴി സിനിമയിൽ പലപ്പോഴും പറയും ഇങ്ങനെ കത്തിച്ചാൽ സിനിമ കയറും, ഇങ്ങനെ ഒരു ചർച്ച വന്നാൽ സിനിമയ്ക്ക് ഗുണകരമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ പെടാപ്പാടി നൂരാൻ വേണ്ടി പറ്റുന്നത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നടന്ന ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സിനിമ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചർച്ചകൾ ഒക്കെ നടന്നതാണ്. ഒരു പ്രമുഖ വ്യക്തിയുമായിട്ടും ആ സിനിമയുടെ പേര് പറഞ്ഞിട്ടും അതിന്റെ വിവാദങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകവുമായിട്ട് നടന്നതാണ്. പക്ഷേ അത് ചർച്ചകൾ നടന്നു, പത്രത്തിൽ വന്നു, അല്ലെങ്കിൽ ചാനലുകളിൽ ചർച്ചയായി എന്നുള്ളതല്ലാതെ
തിയേറ്ററിൽ ആൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വരുന്ന ആ സംഭവം ആ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം, അതിന് അവരുമായിട്ട് കണക്ട് ചെയ്യണം, അവർക്കത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു നല്ല സിനിമയ്ക്ക് അല്ല ആൾക്കാർ വരുന്നത്, ഒരു ഗുഡ് ഫീൽ ഫിലിം അവർ വരുന്നില്ല, അവർ നോക്കിയിട്ട് വരുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കണ്ടന്റ് ഉണ്ടോ, എത്ര പേര് കൂടുതൽ സംസാരിക്കുന്നു, 10 പേര് പറഞ്ഞാൽ 100 പേര് പറയുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് സിനിമ എത്തുകയാണ്. ഒരു പ്രൊമോഷനും ഇല്ല. ഒരു കാര്യം കൂടി പറയാം, ചാവ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഹൗസ്ഫുൾ ആണ്. യെസ്, ഓക്കെ, റൈറ്റ്. ശ്രീ